ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. സോ എല്ലാവർക്കും ഹാപ്പി ഓണം, നല്ല ഓണം ആശംസിക്കുന്നു. സോ തിരുവോണാശംസകൾ. മൊത്തത്തിൽ ഓണത്തിൽ എല്ലാവർക്കും നല്ല ഒരു ഓണം, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണമായിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു കാർഡ് കൂടി നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള തിരുവോണം സ്പെഷ്യൽ റീഡിംഗ് എന്താണെന്ന് നോക്കാം. നമ്പർ 1, പൈൽ നമ്പർ 1, നമ്പർ 2 ആൻഡ് നമ്പർ 3. സോ ഇതിൽ നിങ്ങൾ 1, 2, 3 ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. സോ ഇനി നമ്പർ 1 ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. ഈ ഒരു ഓണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നു, അത്രത്തോളം നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒറ്റ സന്ദേശമാണ് നിങ്ങൾക്കുള്ളത്, മെയിനായിട്ടുള്ള തീം. അതേപോലെ നമ്പർ 2 ആണ് ചൂസ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്ലാനിങ് ഫേസിലാണ്. ഇപ്പോൾ സ്റ്റക്ക് എനർജി ആണെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും തോന്നിയേക്കാം. കാരണം പല സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിങ് ഫേസിലാവുമ്പോൾ ആ ഒരു ഫേസിലും നമ്മൾ ബോറാവും, ഒന്നും നടക്കുന്നില്ല, പോസ്റ്റ്പോൺ ആയിപ്പോണ്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ആയി. കാരണം കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന എത്രമാത്രം ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നെഗറ്റീവായിട്ടിരിക്കാതെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യുക. അതോടൊപ്പം ജീവിതം ആസ്വദിക്കുക, ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതോടൊപ്പം സൈഡായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അല്ലാതെ നിങ്ങൾ സ്റ്റക്കാണ്, ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. നെക്സ്റ്റ് വന്നിട്ട് കാർഡ് നമ്പർ 3. കാർഡ് നമ്പർ 3 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 4 ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലി ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലെ സിറ്റുവേഷൻ, അത് നിങ്ങൾക്ക് മനസ്സമാധാനം സ്വസ്ഥയോടുകൂടി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല, തൃപ്തി ഉണ്ടായിരിക്കില്ല. എന്നിരുന്നാലും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്കത് മാറ്റണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് നിങ്ങൾ മുൻകൈ എടുക്കുക. ഇനി ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല, ഇത് ഞാനിവിടെ നിർത്തുകയാണ് എന്ന് വിചാരിച്ചാൽ അത് നിർത്തി നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യത്തിലേക്ക് ഇറങ്ങുക. അതിപ്പോൾ ജോലിയാണെങ്കിലും വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും കുടുംബ അന്തരീക്ഷത്തിലെ മറ്റെന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.